ഇതാണ് കാട്ടുപള്ളി. ഇന്നത്തെ യാത്ര നമുക്ക് ഇങ്ങോട്ടായാലും. കാട്ടുപള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വന്യജീവികളും അതുപോലെ തന്നെ വലിയ കൊടും കാടുകളും കൊണ്ട് നിറഞ്ഞതായിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയുടെ ഹൃദയഭാഗത്തായിട്ടാണ്. ഈ പള്ളി പണ്ട് ക്രൈസ്തവർ കല്ലൂപ്പാറയ്ക്കു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്ഥാപിച്ച ഒരു പള്ളിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് ആരുമറിയാതെ ഒറ്റ രാത്രി കൊണ്ട് കുരിശ് നാട്ടി കതിനാവെടി പൊട്ടിച്ച് ഒരു ഓല ഷെഡിനകത്ത് തുടങ്ങിയ ആരാധനാലയമാണ് ഇത്. ഇതിപ്പോഴും അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധനാകുന്ന വട്ടശ്ശേരി തിരുമേനിയുടെ മാതൃദേവാലയം കൂടിയാണ് ഇതെന്ന് പറയപ്പെടുന്നു. കൂടിയാണിത്. അദ്ദേഹം മാമോദിസ സ്വീകരിച്ചതും ഈ പള്ളിയിൽ തന്നെയാണ് എന്ന് തന്നെ ഇവിടുത്തെ തദ്ദേശവാസികളും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും മർത്തോമാ സഭയ്ക്കും തുല്യ അവകാശമുള്ള ഒരേ ഒരു ദേവാലയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 1834 ഉൾപ്പെടുന്ന കാലഘട്ടത്തിൽ മലങ്കര മെത്രാപ്പോലിത്തയെ ഭരിച്ചിരുന്നത് ചേപ്പാട് മാർ ജീവാനീസ് തിരുമേനിയാണ്. ആ കാലഘട്ടത്തിലാണ് എബ്രഹാം മൽപ്പാൻ ഇവിടെ വന്ന് ഈ പള്ളി സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ എബ്രഹാം മൽപ്പാൻ ഇവിടെ വന്ന് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നോമ്പനുഷ്ഠിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൽ ഇവിടെ കുരിശ് സ്ഥാപിച്ച് ഒരു ദേവാലയം സംഭാവന ചെയ്യുകയും വിശുദ്ധ ബലിയർപ്പിച്ച് ഒരു ദേവാലയം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പഴയകാല വെട്ടുകല്ലും മണ്ണും നിർമ്മിച്ചുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗരാണികത തോന്നിപ്പിക്കുന്ന കാലപ്പഴക്കത്തിൽ ഇതിൻ്റെ തടികൾക്കൊക്കെ ജീർണാവസ്ഥ എത്തിയിട്ടുണ്ട്. പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ ഇന്നും ഇവിടെ നിലകൊള്ളുന്ന ഒരു ദേവാലയം എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഈ പള്ളി ഇന്ന് ജീർണനാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ചരിത്രങ്ങൾ കാത്തു സംരക്ഷിക്കാൻ നമ്മളെപ്പോഴും പുറകോട്ട് തന്നെയാണ് എന്നതിന് തെളിവ് തന്നെയാണ് അത്. ഈ സെൻറ്റ് മേരീസ് ചർച്ച് നിർമ്മിച്ചത് 1834 ജൂലൈ 13 ഇതിനടുത്തായിട്ട് കല്ലൂപ്പാറ ഒരു ദേവാലയമുണ്ട്. അവിടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെയുള്ള തദ്ദേശവാസികൾ സ്ഥാപിച്ചതാണ് ഈ ദേവാലയം എന്ന ഒരു വിശ്വാസമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ആരും അറിയാതെ കുരിശു നാട്ടി ഒരു പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നതും തദ്ദേശവാസികൾ പറയപ്പെടുന്നതും.